എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂട്രീന ഗപ്പി ഫീഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി തീറ്റ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഹൈബ്രിഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാണ്. പെട്ടെന്നായിരിക്കും ഗ്രോത്ത്. ഇതോളം ഇതാണ് തീറ്റ, അടിപൊളിയാണ്. ലിങ്ക് വാങ്ങിക്കാനുള്ള ഡിസ്ക്രിപ്ഷനിലും വീഡിയോ ടാഗും ചെയ്തിട്ടുണ്ട്. വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അടിപൊളിയാണ്. നമ്മൾ ടൈഗർ ഗപ്പിക്ക് കൊടുക്കാം, നമ്മുടെ മൊസൈക്ക് ബ്ലൂ മൊസൈക്ക് ഗപ്പിക്ക് കൊടുക്കാം, എല്ലാ മിക്ക വെറൈറ്റി ഗപ്പികൾക്കും കൊടുക്കാം. അടിപൊളി ക്വാളിറ്റിയാണ്. ഇത് പൗഡർ ടൈപ്പാണ്. എന്താണ് അടിപൊളി ക്വാളിറ്റിയുള്ള തീറ്റയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 രൂപയേ ഉള്ളൂ. എന്താണ് എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കുക. എന്താണ് എൻ്റെ മീൻ ഞാൻ കൊടുത്തു ഉടനെ എല്ലാം വന്ന് കഴിച്ചു, തുള്ളി പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. എന്താണ് ഫസ്റ്റ് ഞാൻ ഡാർക്ക് പർപ്പിൾ ഗപ്പിക്കാണ് കൊടുത്തത്. ഇതാണ് പൗഡർ ടൈപ്പ്, അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇത് നേരത്തെ ഇറങ്ങിയ ഫുഡ് തന്നെയാണ്. എന്താണ് ഞാനിപ്പോഴും ആദ്യമായിട്ടാണ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത് മീനുകൾക്കെല്ലാം. എന്താണ് കവർ പൊട്ടിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, അല്ലേ ഇത് കുറേയൊക്കെ വേസ്റ്റ് ആയി പോകും. ഇതോളം കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. ഇതോളം ഇത് കൊടുക്കാൻ പോവാണ്. അടിപൊളി ക്വാളിറ്റിയാണ് മിക്ക ഗപ്പികൾക്കും. പ്ലാറ്റിയുടെ തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പ്ലാന്റിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു സ്ഥലത്തിട്ടാൽ മതി, സ്പ്രെഡായി ഇങ്ങനെ പോവും. അങ്ങനത്തെ ടൈപ്പാണ്. ഇതോളം അടിപൊളിയാണ്. ഡാർക്ക് പർപ്പിൾ ഗപ്പിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിൻറ്റെയിൽ പ്ലാറ്റി എല്ലാം ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അതൊക്കെ ഗ്രോത്തൊക്കെ ഫാസ്റ്റ് ആക്കാൻ ഈ തീറ്റ കംപ്ലീറ്റ് കൊടുത്ത് തീർത്ത് കഴിയുമ്പോൾ മിക്ക ഗപ്പി ബ്രീഡും വലുതായി കിട്ടും. ഈ തീറ്റ പിന്നെ ഫുൾ ബ്ലാക്ക് ബിഗ് ഇയർ ഗപ്പി ഉണ്ട്, അതിന് കൊടുക്കണം. കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട്. അതിനെ പിന്നെ പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയറിന് ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കണം. എന്തോളം ഫാസ്റ്റ് ആവും ഗ്രോത്ത്. ഇങ്ങനെ കൊടുക്കുന്ന കാരണം മടുപ്പ് വരത്തില്ല മീൻ. പല ടൈപ്പ് തീറ്റ ആയിക്കൊണ്ട് തീറ്റ തിന്നാൻ തന്നെ എപ്പോഴും പൊങ്ങി വരുന്നുണ്ട് മിക്ക മീനും. വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ തീറ്റ കൊടുക്കുന്നത്. 2 നേരമാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്, രാവിലെയും വൈകുന്നേരവും. രാവിലെ ആണെങ്കിൽ പൂത്താടിയൊക്കെ ഇടയ്ക്ക് കൊടുക്കും. ഒരു ദിവസം എങ്ങനെയാണെങ്കിലും ലൈഫ് ഫീഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പെല്ലറ്റും മാറി മാറി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം. നല്ല രീതിയിൽ നല്ല പൊങ്ങി വരുന്നുണ്ട് തീറ്റ എടുക്കാൻ തന്നെ. ഇനി കുറച്ചുകൂടെ സൈസ് ആകാനുണ്ട്. ഈ ഫുൾ ബ്ലാക്ക് ബിഗ് ഇയർ, അതിൻ്റെ ഇയറും സൈസ് ആകാനുണ്ട്. ആ സൈസ് ആയി കഴിയുമ്പോൾ കൊടുക്കാനാണ്. പെയർ വരുന്നത് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എന്നാൽ പുതിയ വെറൈറ്റിയാണ്. വലുതായിട്ട് ആൾക്കാരുടെ കയ്യിലൊന്നുമില്ല, ഷോപ്പുകളൊക്കെ കുറവാണ്. എന്നാൽ വെറൈറ്റി ബ്രീഡാണ്. നല്ല ഫുൾ ബ്ലാക്കിന് എപ്പോഴും ഡിമാൻഡാണ്. അതിൻ്റെ ബിഗ് ഇയറും കൂടെ ആകുമ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ഇത് പിന്നെ കുഞ്ഞുങ്ങളെ തിന്നതില്ല, എല്ലാം ബ്രീഡാകുന്ന കുഞ്ഞുങ്ങളെ അത് എല്ലാത്തിനും കിട്ടാറുണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഒറ്റ ഗപ്പിയും ചാകാതെ കിട്ടിയത് ഈ ബ്രീഡിൻ്റെയാണ്. ബാക്കി എല്ലാത്തിൻ്റെയും 1-2 എണ്ണമൊക്കെ ചത്തുപോയിട്ടുണ്ട്. പിന്നെ പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയർ അന്നും ഇന്നും ഡിമാൻഡാണ്. ഇതിന് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഒരു മാർക്കറ്റ് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ വേണ്ട ബ്രീഡാണിത്. ഇത് ഇന്നലെ എങ്ങാണ്ട് ബ്രീഡായതാണെന്ന് തോന്നുന്നു. തീരെ ചെറിയ കുഞ്ഞ്, അയ്യോ കാണാൻ പോലും. പിന്നെ എന്താണ് തീറ്റ ചെറിയ രീതി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ കുഞ്ഞേ ഉള്ളെന്ന് തോന്നുന്നു. അതാണ് പ്രായമാകാത്ത ഫീമെയിൽ ബ്രീഡായപ്പോൾ കിട്ടിയ കുഞ്ഞാണ്. അതുകൊണ്ടാണ് തീരെ പൊടി കുഞ്ഞ്. എന്തോളം ഇതൊക്കെ പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയർ ഒക്കെ അത്യാവശ്യം കളറായിട്ടുണ്ട്. ഇനി പകുതിയും കൂടെ വലിപ്പം വെക്കാനുണ്ടാവും. വലിപ്പം വെച്ച് കഴിയുമ്പോൾ കൊടുക്കാനാണ്. ഇതാണ് സോട്ടയിൽ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ, പ്ലാറ്റി, ചില്ലി മൊസൈക്ക്, പിന്നെ പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഇയർ ഉണ്ട്. പിന്നെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ. ഇതോളം കുറേ ഉണ്ട്. ഇതിനകത്താണ് ഇനി തീറ്റ ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിരിക്കും മിക്കവാറും. ആണ്ട് കൂട്ടത്തോടെ വരുന്നു. സോട്ടയിലൊക്കെ മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സോട്ടയിലിന് മാത്രം ഇത് തികയത്തില്ല. അതിന് ഇച്ചിരി കൂടെ പെട്ടെന്ന് കിട്ടണം. അല്ല കിട്ടിയില്ലെങ്കിൽ, തീറ്റ കിട്ടിയില്ലെങ്കിൽ അത് പെട്ടെന്ന് ആ ഗപ്പി അറ്റാക്ക് ചെയ്യും. അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ വാല് കീറിയിട്ടുണ്ട് ഗപ്പിയുടെ. സോട്ടയിൽ അങ്ങനെ ഇച്ചിരി അഗ്രഷനുള്ള സാധനമാണ്. ചില സമയത്ത് ഈ ഫുഡ് കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ കൂട്ടം കൂടെ നിൽക്കുമ്പോൾ ഗപ്പിക്കെട്ടൊക്കെ കടി കൊടുക്കും. ഇതാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു. സോട്ടയിലിനാണെങ്കിൽ പക്ഷേ തികയത്തില്ല ഈ തീറ്റ, ആവുകൊണ്ട് സോട്ടയിലിന് കൊടുക്കത്തില്ല. ഈ ടാങ്ക് കിടക്കുന്ന ഗപ്പിക്ക് മാത്രം കുറച്ചങ്ങാണ് ഞാൻ ഇട്ട് കൊടുക്കും. എന്നാലും കുറേ ഉണ്ട്, നിറഞ്ഞു. ഇനി മഴക്കാലം വരുമ്പോഴായിരിക്കും എനിക്ക് പണി കിട്ടുന്നത്. മിക്കവാറും കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ഒഴുകി പോകുമെന്നൊരു പേടിയുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം മഴ പെയ്തായിരുന്നു. ചിലത് 2-3 ഒഴുകിപ്പോയി. ബാക്കിയെല്ലാം ഇതിനകത്ത് ചാടിപ്പോവാതെ കിടന്നു. സോട്ടയിലൊന്നും പോയിട്ടില്ല. പക്ഷേ പ്ലാറ്റിയും ഗപ്പിയുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അത് മഴയാകുമ്പോൾ പൊങ്ങി വരും. തണുപ്പ് കിട്ടി ഇങ്ങനെ അതിന് പോലും അറിയാതെ ഇങ്ങനെ പൊങ്ങി വരും. വെള്ളം തുളുമ്പി പോകുമ്പോൾ അങ്ങ് അതിൻ്റെ കൂടെ പോകും. ഇത് കൊടുക്കാനുള്ളതാണ്. പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഇയറിൻ്റെ ബ്രീഡിംഗ് പെയർ 400 രൂപ. അടിപൊളിയാണ്, നല്ല സൈസുള്ളതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നതുകൊണ്ട്. മെയിൽ അതാണ്, നല്ല സൈസാണ്. ഫീമെയിലും നല്ല സൈസാണ്. കയ്യിലെടുത്ത് കാണിക്കാൻ ഫീമെയിലിനെ കിട്ടത്തില്ല. ഇപ്പോൾ മെയിലിനെ വേണമെങ്കിൽ ഞാൻ ശ്രമിക്കാം കയ്യിലെടുക്കാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് നല്ല സൈസുള്ള ഒരു മെയിലാണ്, നല്ല ക്വാളിറ്റി ഉള്ളത്. 400 രൂപ പെയർ. ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞതുണ്ട്, അത് 300 രൂപ പെയർ.
ഇതോളം ഡിമാൻഡുള്ള സാധനമാണ്. ആരുടെ കയ്യിലും അങ്ങനെ വലുതായിട്ടില്ലാത്ത ബ്രീഡാണ് ബിഗ് ഇയർ വൈറ്റ്. എല്ലായിടത്തും ആയി വരുന്നേ ഉള്ളൂ, അങ്ങോട്ട് ഭയങ്കര ഡിമാൻഡാണ്. ഇതോളം അടിപൊളിയാണ്. ഡോർസലിൻ്റെ ഒക്കെ സൈസ് എന്ന് പറഞ്ഞാൽ ഹെവി സൈസാണ്. 1 വർഷമായ പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഇയർ ആണിത്. ഇതോളം ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന റേറ്റ് 300 രൂപയാണ്. അപ്പോൾ ഇതിനെ കൊടുക്കുന്നത് 400 രൂപയ്ക്കാണ്. ഇത് ബ്രീഡിംഗ് പെയറാണ്. എന്താണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. നിങ്ങൾ ബൾക്കായിട്ട് ചെയ്തിട്ട് ബ്രീഡാക്കി വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ചില്ലി മൊസൈക്ക് ഉണ്ട്. ചില്ലി മൊസൈക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ ലോങ് ബോഡി. അത് ആദ്യം ഇറങ്ങിയ വെറൈറ്റിയാണ്. അത് ഇപ്പോഴും ഡിമാൻഡാണ്, എല്ലാവരും വാങ്ങിക്കുന്ന വെറൈറ്റി. അതായത് നല്ല സൈസ് വരും, നീല കളറിലെ ഇയർ വരും. അതായത് ബ്ലാക്കും നീലയും കൂടെ ഷെയ്ഡ് വരുന്ന ഇങ്ങനെ ഇയർ വരുന്നു. നല്ല വലുപ്പം വരും, ആ ഗിൽറ്റൊക്കെ ഫുള്ളാവും. പിന്നെ ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് എല്ലാം ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ. ബൾക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഇതിപ്പോൾ അത് കഴിഞ്ഞൊക്കെ ഇറങ്ങിയതാണ്. ഇത് ഷോർട്ട് ബോഡി ബിഗ് ഇയറിൻ്റെ, ഇതും ഒരു വെറൈറ്റിയാണ്. എന്താണ് വളർത്താത്തവർക്കൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ചെയ്താൽ നോക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ്. എന്താണ് ഇനിയും വേറെ കാണിച്ചു തരാൻ. അതുകൊണ്ട് ഇതാണ് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾ. സോട്ടൈനിലെ കുഞ്ഞുങ്ങളും വേറെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഈ പൗഡർ പോലത്തെ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പ്രെഡായി ആ പ്ലാറ്റിയെക്കൂടെ കുഞ്ഞുങ്ങൾക്ക് തിന്നും. എന്തോളം ഇതാണ് ഞാൻ ടിന്നിനകത്തിട്ട് സൂക്ഷിച്ച് വെക്കുവാണ്. എന്തോളം കുറേ വേസ്റ്റ് ആയി പോകും, ആ കവറിൻ്റെ ഇടയ്ക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഈ തീറ്റ. എന്താണ് ടിന്നിനകത്തോട്ട് കാറ്റ് കയറാതെ ടൈറ്റാക്കി വെക്കണം, അല്ലെങ്കിൽ കാറ്റെങ്ങാനും കയറി കഴിഞ്ഞ്. മെയിനായിട്ട് കവറിൽ കിട്ടുന്ന ഒരു തീറ്റ ആയിക്കൊണ്ട് ഇത് മൊത്തം പ്രശ്നമാണ്. കവർ വെച്ചിങ്ങനെയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കാറ്റ് കയറി നശിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെ എപ്പോഴും ഒരു ടൈറ്റായിട്ടുള്ളൊരു ടിന്നിനകത്തോട്ട് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ ടിന്നിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ടിന്നിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ ആ പാടെ. എന്നാലും ആൽബിനോ ഗപ്പി വെറൈറ്റികളുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാം. ഹൈ ക്വാളിറ്റിയാണ് എന്തോളം തീറ്റ. എന്താണ് ഇത് മെയിനായിട്ട് ഞാൻ വാങ്ങിക്കാൻ കാരണം സീത്രൂ കോഴിയുടെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്, അതിന് കൊടുക്കാനാണ്. അപ്പോൾ അതിനെ പെട്ടെന്ന് സൈസാക്കി എടുക്കാൻ ഈ തീറ്റ പറ്റും. എന്താണെങ്കിലും വേറെ ഒരു ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചത്തുപോയി. അത് മഴയോ എന്തോ പെട്ടെന്ന് ഈ കാലാവസ്ഥ ചേഞ്ച് ആകുന്ന പ്രശ്നമാണ്. ഈ ആൽബിനോ വെറൈറ്റി ഇപ്പോൾ കൂടുതലും ഉണ്ടായേക്കുന്ന കുഞ്ഞുങ്ങൾ സീത്രൂ കോഴിയുടെ ഗപ്പികളാണ്. എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട്.